അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ അറിയാലോ, ഈ ഫ്രീ ഫയറിൽ ഒരു വേർഷൻ ഉണ്ട്. അതാണ് ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഫോർ എ ചേഞ്ച് ഞാനും ഇന്നും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല, പക്ഷേ കാണുന്ന പോലെ നമുക്ക് കളിക്കാം. ആ ഒരു കോൺഫിഡൻസിലാണ് ഇറങ്ങാൻ പോകുന്നത്. എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. കോമഡി ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം നമുക്കത് അറിയില്ല എന്തൊക്കെ ചെയ്യണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ഫയർ അറിയില്ലല്ലോ. അപ്പോൾ ഇതിന് എന്ത് കാട്ടും നമുക്ക് കണ്ടു തന്നെ അറിയാം. കേസ് ഇവിടെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിലേക്ക് റാൻഡം ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏത് ഇവൻ്റാണ് നമുക്ക് ആദ്യം വരുന്നത്? റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ്. എടാ മോനെ, ഇത് മറ്റേ തള്ള നോക്കണ സമയത്ത് എൻ്റെ മോനെ പണിയാണ്. അനങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നെറ്റിയുമ്പോൾ ഉണ്ട കയറും ഗൈസ്. റിസ്കി ഗെയിമാണ്. എന്തായാലും നമുക്ക് ഇതിൽ ജയിക്കാൻ പറ്റാൻ നോക്കാം. എന്തെങ്കിലും പച്ച കത്തുണ്ട്, ഓടിട്ട് ഗൈസ്. അതിനങ്ങല്ലേ നിൽക്ക്. എടാ മോനെ ചച്ചു, എടാ മോനെ വീണ്ടും ഓടി മാക്സിമം. അവിടെ ഞാൻ നേരത്തെ നിന്നു ഗൈസ്, പണിയാവണ്ടല്ലോ. ഞാൻ കൂടെ. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ ഓടി പോകുന്നത് ഇനി ഫസ്റ്റ് സെക്കൻഡ് നിന്നോ ഒന്നും പറയാനില്ല. എപ്പോഴാണ് നെഞ്ചത്ത് വെടി കിട്ടാന്ന് അറിയില്ല. ആരും പക്ഷെ ചാവണം കാണാമല്ലോ കേട്ടോ. എല്ലാവരും നിൽക്ക്. എല്ലാവരും പക്ഷെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നിൽക്ക് പറയുമ്പോഴേക്ക് ഇപ്പോൾ പെട്ടെന്ന് കേട്ടോ റെഡും ഗ്രീനൊക്കെ കത്തി. നിൽക്ക്. അവൻ ചത്ത്, ഒരുത്തൻ ചത്ത്. അടിപൊളി. ബാക്കി എല്ലാവരും എന്തായാലും കയറിയിട്ടുണ്ട്. എന്തായാലും ഒരുത്തൻ പോണത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ട ഗൈസ്. ഓടിക്കഴിഞ്ഞാൽ അപ്പം പണിയാണ്. എങ്ങാനും കൈ തട്ടിയാൽ മതി. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഈ റാൻഡം കളി നമ്മൾ എന്തായാലും ജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ മേലെ. എൻ്റെ പൊന്നളിയ സീനാണ്. എന്താല്ലേ, ഈ സ്ക്വിഡ് ഗെയിമൊക്കെ സീനായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി 8 പേരിൽ ഇനി ഒരുത്തനും കൂടിയും ഔട്ടായിട്ട് ഇതൊന്നും കാണിക്കാത്ത കേസ്. എന്തായാലും വീണ്ടും ഇവിടെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കള്ളന്മാർ. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം പുതിയ അടുത്ത ഇവൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല കേസ്. എന്ത് പറ്റി? വെയിറ്റിംഗ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിന്നിരുന്ന സ്ഥലമായിരുന്നു കേസ്. അപ്പം ഞാൻ റാൻഡം ഇവൻ്റ് അടുത്തത് സെക്കൻഡ് ഏതായിരിക്കും കേസ് നമുക്ക് വരുന്നത്? ഇത് മറ്റേ ബ്രിഡ്ജ്. എടാ മോനെ, മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ്. ടാസ്ക്കാണ്. നമ്മൾ എങ്ങോട്ട് ചാടും എന്ത് ചാടും എന്നൊന്നും നമുക്കറിയില്ല. ആദ്യം എന്തായാലും അവന്മാർ പോട്ടെ. ഗ്ലാസിൻ്റെ കേസല്ലേ, നമുക്ക് വെറുതെ റിസ്ക് എടുക്കണ്ട. അവന്മാർ ചാടി പോയിട്ട് ഇതിലിപ്പോൾ വീണ് പ്രാവശ്യം ഡെഡായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ആദ്യത്തെയാണ്. പറഞ്ഞു ആയിട്ടില്ല. ഗ്ലാസ്മിക്ക് പോലും ചാടാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല. അവസാനം നിലത്ത് വീണ ഗൈസ്. ആദ്യം എന്തായാലും ഗ്ലാസ്മിക്ക് ചാടിയിട്ടുണ്ട്. ഭാഗ്യം. ഗ്ലാസ്മേ അല്ല, മറ്റേ വായുവിൽ നിന്ന പോലെ നിൽക്കണം. എന്തോ ഭാഗ്യം. എന്തായാലും നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് ചാടി. എന്തായാലും നിങ്ങൾ പൊക്കോ, ഞാൻ പിന്നാലെ വരുന്നുണ്ട് ഗൈസ്. ഡോണ്ട് വറി. ഇതിനൊക്കെ അങ്ങനെ ഓടി പോകുന്നുണ്ട്. ജസ്റ്റ് മിസ് ഗൈസ്. വീണ്ടും വീണു. ഇത് വീഴ്ച തന്നെ ഉള്ളു ഗൈസ്. അപ്പോൾ എന്തായാലും കുറച്ച് പകുതിയോളം നമ്മുടെ പിള്ളേർ ഓരോരുത്തർ ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴികാട്ടിയിട്ട് ആൾക്കാരുണ്ട്. ഓരോരുത്തരൊക്കെ നിലത്ത് പോകണം. നമ്മൾ കണ്ണിലൂടെ തന്നെ കാണുന്നുണ്ട്. നമ്മളെന്തോ ഭാഗ്യത്തിന് കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ഒന്ന് നീങ്ങട്ടെ കേട്ടോ, എന്നിട്ട് മെല്ലെ ചാടാം. അപ്പം ഇനി ചാടിക്കഴിഞ്ഞാൽ എത്തുമോ? നല്ല വിടുന്നുണ്ട് ചാടാം. നേരത്തെ തന്നെ ചാടിയാൽ മതിയായിരുന്നു. ഷിറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ചാടാൻ പറ്റാനുള്ള അവസരങ്ങൾ പറയാ ചാടാ. ഇത് വല്ലാത്ത അവസ്ഥയായി ഗൈസ്. നമുക്ക് എന്തായാലും വീണ്ടും ചാടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം, മാക്സിമം അടിച്ചെടുക്കാം. ഓരോരുത്തന്മാരൊക്കെ അവിടെ ഫ്രണ്ടിലെത്തി. അവൻ വീണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇനി മെല്ലെ ചാടാനുള്ള പരിപാടി നോക്കട്ടെ. ചാടി അടുത്തേക്ക് എത്തിയിരുന്നത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം ഗൈസ്. ഇത് എന്നെക്കൊണ്ട് നടക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ റെഡി ആവില്ല ഗൈസ്. നമ്മൾ മാക്സിമം അടിച്ചിട്ടിരിക്കും. അപ്പോൾ ഒരുത്തൻ്റെ ആത്മഹത്യ ചെയ്യും. പറഞ്ഞില്ല ഗൈസ്, നമ്മൾ വീണ്. ഇത് കോമഡി അവിടെ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ ഭാഗ്യം. അപ്പോൾ എന്തായാലും ഞാനില്ല ഗൈസ്, നമ്മൾ മാത്രം. ബാക്കിയുള്ളവന്മാരൊക്കെ ഡെഡായി. അതോ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം മെല്ലെ ഒരുത്തവൻ ചാടി വരുന്നുണ്ട്. മെല്ലെ ഇതിലേത് ഇവൻ വെയിറ്റ് ചെയ്യാം. ഇവൻ എങ്ങടിയിലൊക്കെ ചാടട്ടെ. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതന്നെ സാധനം. അപ്പോൾ മറ്റേതിലല്ല അല്ലേ? അപ്പോൾ ഇതന്നെ സാധനം. അടുത്ത് എത്താറായി ഗൈസ്. ഇനി കയ്യിൽ നിന്ന് പോയില്ല. ഒരെണ്ണം കൂടെ ഉള്ളൂ. വിക്ടറി ഗൈസ്, വിക്ടറി. നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയില്ല, പക്ഷെ നമ്മളാണ് അവസാനം ക്രോസ് ചെയ്തത്. ഐ തിങ്ക് സോ ഗൈസ്. കോഡ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് അവസാനം ഗൈസ്. അപ്പം ഞാൻ അടുത്ത എന്താ? ഇത് നമുക്ക് ടാഗ്. ഇത് മറ്റേ ബോംബ് കഥ. ഐ തിങ്ക് ഇറ്റ്സ് ബോംബ്.
അപ്പോൾ ഇതിൽ ആരുടെ കയ്യിലായിരിക്കും ആദ്യം ബോംബ് എന്ന് നമുക്ക് നോക്കി നോക്കാം. എടോ തേങ്ങയുടെ മൂട് ആദ്യം തന്നെ ബോംബ് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മളെന്തായാലും ഓടി പോകണ ഒരുത്തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മെല്ലെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ പാസ്സായി. അപ്പോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളൂ, 21 സെക്കൻഡിനുള്ളിൽ ബോംബ് എക്സ്പ്ലോഡ് ആവുമെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ അവൻ അടുത്തേക്ക് വരാണേ മുന്നേ തന്നെ നമുക്കിങ്ങനെ ഒളിച്ച് നിൽക്കാം. കാരണം എങ്ങാനും അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എൻ്റെ പൊന്നളിയാ ഒരുത്തം വരുന്നുണ്ട്. പൊട്ടാറേ 8 സെക്കൻഡുള്ളവൻ പൊട്ടും. അവനാണെങ്കിൽ നെട്ടോട്ട് ഓടുന്നുണ്ട് ഗൈസ്. നമുക്കത് ഇവിടെ കാണാം. ദൈവമേ 3 സെക്കൻഡുള്ളിൽ പോകാൻ പൊട്ടുമോ? എവിടെ ആരുടെ ഡെഡാണെന്നൊക്കെ. അവൻ ഡെഡായി ഗായ്സ്. സീനാണ് മോനെ ഇത്. എല്ലാത്തിനും ഫസ്റ്റ് എൻ്റെ തലയ്ക്ക് വന്ന ബോംബ്, തേങ്ങാട് ബോംബ്. ഞാൻ എൻ്റെ പൊന്നെ അടുത്തത് വീണ്ടും ഞാനോ? അത് ഇവൻ എനിക്ക് പണി തന്നതാണോ? അത് മിഥുനാണോ? എൻ്റെ പൊന്നളിയാ വീണ്ടും പണി കിട്ടി. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേഗം കൊടുക്കും. തട്ട് വാട്ട് ദ ഹെൽ. നമുക്ക് എൻ്റെ പൊന്നിടം ഈ സമയത്ത് ലാഗായിക്കോളും. എൻ്റെ പൊന്നളിയാ പൊട്ടാറി. എൻ്റെ പൊന്നിപ്പം പൊട്ടും. 6 സെക്കൻഡ് കൂടി. എടാ മോനെ ഒന്ന് നിൽക്കടോ, ഈ സാധനം ഒന്ന് കൊണ്ടുപോകണം. എനിക്ക് വേണ്ട, നീ എടുത്തോ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഗൈസ്. എടാ മോനെ ഇനി അവനെവിടെയായിരിക്കും? അവൻ പോയി ചത്തോ? എന്തായാലും മറ്റവൻ ചത്തു ഗൈസ്. എൻ്റെ പൊന്ന് വീണ്ടും ഞാൻ. ഇതിനെന്തിനോട് ശത്രുത നിന്നുണ്ട്. ബാക്കിയുള്ളവന്മാരൊക്കെ ഒന്ന് വെറുതെ നടക്കേ. എന്തായാലും ഇതിനെ വാ ഞാനിവിടെ ഉണ്ട്. എടാ നിനക്കൊരു സാധനം തരാണ്ടാ, ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയട്ടെ. ഇതിനെ നിൽക്കട, നീ എന്ത് പറക്കണേ ഇവിടെ നിന്ന്. കൊടുത്തു. ഓക്കെ ബായ് മിഥുൻ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. മിഥുൻ എന്തായാലും പോകുന്നുണ്ട്. മിഥുൻ അവിടെ നിന്ന് വേറെ ആർക്കും അത് ഷിഫ്റ്റ് ചെയ്ത് തോന്നുന്നു. അവൻ രക്ഷപ്പെട്ടു. വേറെ വഴിയില്ല കൂട്ടാ, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇല്ലല്ലോ മിഥുൻ്റെ കിട്ടിയിട്ട് അവൻ എന്നെ തപ്പി തന്നെ നടക്കുന്നുണ്ട്. ആശാനി ജഗ. ഞാൻ പോട്ടെ മിഥുനെ, ഞാൻ പാവല്ലേ, എന്നെ വിട്ടേക്ക്. നീ എൻജോയ് ചെയ്യും. മിഥുനാണോ അത് വേറെ ഒരുത്തരാണോ എന്ന് അറിയില്ല. ഞാൻ കണ്ടു ആരെങ്കിലൊക്കെ കൊടുക്കണ്ടേ വെച്ചിട്ട് വേഗം ഓടിപ്പോയി കൊടുത്തു. മിഥുനെ ഞാൻ തോന്നുന്നു. അപ്പം ഇനി വേറെ മിഥുൻ വേറെ ആർക്കോ കൈമാറിയിട്ടുണ്ട്. ആരെയും കാണുന്നില്ല. നമുക്കെന്തായാലും മാക്സിമം ഒളിച്ചൊക്കെ നിൽക്കാം. ആ അവസാന സെക്കൻഡ് 10 സെക്കൻഡ് ആ സമയത്ത് പെട്ടെന്ന് കണ്ടുവന്നിട്ട് നമുക്ക് മെത്തിക്ക് തരിക. അതാണ് പേടി. 6 സെക്കൻഡിനുള്ളിൽ പൊട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആരും ശിവന്മാരൊക്കെ എവിടെ? ഇവന്മാരിങ്ങനെ മേലെയാണോ? ആരും കാണുന്നില്ല. വീണ്ടും ബോംബ്. ഇത് എന്ത് പൊണ്ടാറടങ്ങാനാണ്? എല്ലാം ബോംബ് എൻ്റെ തലയ്ക്ക് തന്നെ വരണേ. ഇതിങ്ങനെ തന്നെയാണോ? അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ വരാത്ത ഇഷ്ടം? നേരെ പോയി നോക്കട്ടെ. ഇതിനൊക്കെ എവിടെ പോയി? ഇന്ന് കാണുമ്പോൾ ഇത് ഒളിച്ചിരിക്കടാ. ആരും കാണുന്നില്ല ഗൈസ്. ഇതിന് വലിയ സീക്രട്ട് പ്ലേസ് എങ്ങാനുണ്ട്. നമ്മളിത് ആദ്യമായിട്ട് കൊണ്ട് ഇതിന് വലിയ പിടുത്തൊന്നുമില്ല. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. എൻ്റെ പൊന്നളി എപ്പോൾ പൊട്ടും? ആരെയും കാണുന്നുമില്ല. ആരെ തലയ്ക്ക് വെച്ചു കൊടുക്കും ഗൈസ്. ഇത് എവിടെയാണ്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാ. മിഠായി വാങ്ങിച്ചാലും ഗൈസ് പൊട്ടി ചത്ത്. എടാ മോനെ വാട്ട് ദ ഹെൽപ്പ്. പണ്ടൊക്കെ വെറുതെ. ഇനി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ലാസ്റ്റ് വൺ സർവൈവ്. ആര് ഡിഫീറ്റ്? എടാ മോനെ മിഥുനെ അവന് മിഥുൻ സീൻ തന്നെ. പിന്നെ എന്താ ചെയ്യാം? സെക്കൻഡ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സെക്കൻഡ് നമ്മളെന്നെ കൊണ്ടുപോയി. എന്ത് കളി അറിയാത്ത നമ്മൾ. അപ്പോൾ എന്തായാലും ഈ കളി കണ്ട എല്ലാ കൂട്ടർക്കും താങ്ക് യു. എന്തായാലും അടുത്ത കളി കാണുന്ന ഒരു ബൈ ദ ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും കീപ് സപ്പോർട്ടിങ്. ഞാൻ പലരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അതും ചെറിയൊരു സപ്പോർട്ട് എന്ന രീതിയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ ദ ബൈ ഗൈസ്.